ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, ഈ ഒരു പെരുന്നാളിൻ്റെ സുദിനത്തിൽ വളരെ സന്തോഷത്തോടുകൂടെയാണ് നമ്മൾ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. ഇനി നമുക്കുള്ള സന്തോഷം അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന നാളിലാണ്. അന്ന് സന്തോഷിക്കാൻ, ആനന്ദിക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നലെ വരെ നമ്മൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. എത്ര വേഗത്തിലാണ് റമദാൻ നമ്മളോട് യാത്ര ചോദിച്ചു എന്ന് നമ്മൾ പരസ്പരം പറഞ്ഞുകൊണ്ടേയിരുന്നു. റമദാനിൻ്റെ വേഗതയെക്കുറിച്ച് നമ്മൾ പരസ്പരം ഉണർത്തിക്കൊണ്ടേയിരുന്നു. എങ്കിൽ പ്രിയമുള്ള സഹോദര, പ്രിയമുള്ള സഹോദരി, നമ്മൾ അറിയേണ്ടത് ഈ റമദാനിനേക്കാൾ വേഗത്തിലാണ് ഈ ദുനിയാവ് നമ്മളോട് യാത്ര ചോദിക്കുന്നത്. ദുനിയാവ് അതിവേഗത്തിൽ നമ്മളോട് യാത്ര ചോദിച്ച് പിരിയും. ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറത്തു ഖൈറും വ അബ്ഖാ. നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ കൊതിക്കുന്നത് പലപ്പോഴും ദുനിയാവാണ്. എന്നാൽ ബാക്കിയാകുന്നത്, ഏറ്റവും ഖൈറായിട്ടുള്ളത് അള്ളാഹുവിൻ്റെ അരികിലുള്ളതാണ്. പ്രിയമുള്ളവരെ, ഈ ദുനിയാവല്ല നമ്മുടെ ലക്ഷ്യം. അല്ലാഹുമ്മ ലാ ഐശ ഇല്ലാ ഐശൽ ആഖിറ. ആഖിറമാണ് യഥാർത്ഥ ജീവിതം എന്ന് പ്രഖ്യാപിക്കുന്നവരും എന്ന് വിശ്വസിക്കുന്നവരുമാണ് ഈദിൻ്റെ സുദിനത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇന്നലെ വരെ ആഖിറത്തിനു വേണ്ടിയാണ് നമ്മൾ മത്സരിച്ചത്. ഇന്നലെ വരെ ആഖിറമാണ് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരുന്നത്. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ സുദീർഘമായി രാത്രി നമസ്കരിച്ച സഹോദരന്മാരുണ്ട്. ധാരാളമായി പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത സഹോദരീ സഹോദരന്മാരുണ്ട്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വതക്കകൾ നൽകിയവരുണ്ട്. നമ്മളെല്ലാം പട്ടിണി സഹിച്ചവരാണ്, പട്ടിണി ക്ഷമിച്ചവരാണ്. ഇതെല്ലാം ആഖിറത്തിന് വേണ്ടിയിട്ടാണ്. പ്രിയമുള്ളവരെ, ആ നന്മകളെല്ലാം നമ്മൾ കണ്ടുമുട്ടും. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ്. ആരെങ്കിലും ഒരു അണുമണി തൂക്കം നന്മ ചെയ്താൽ ആ നന്മ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. നമ്മുടെ ഖുർആൻ പാരായണം അത് വെറുതെയാവില്ല. നമ്മുടെ രാത്രി നമസ്കാരം അത് വെറുതെയാകില്ല. എങ്കിൽ അതോടൊപ്പം ഓർമ്മപ്പെടുത്താനുള്ളത്, പ്രിയമുള്ളവരെ, ഈ നന്മകൾ നിന്നുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. ഇനി ഒരു ചിത്രം പ്രചരിക്കാനുണ്ട്. സുദീർഘമായ രാത്രി നമസ്കാരങ്ങൾ നടന്ന പള്ളി, 5-6 സ്വഫുകൾ സജീവമായി സുബഹി ജമാഅത്തിനെത്തിയ പള്ളി, അതേ പള്ളിയിൽ 4-5 ആളുകൾ മാത്രം ഒതുങ്ങിപ്പോകുന്ന ചിത്രങ്ങൾ ഇനി പ്രചരിക്കാൻ ഇരിക്കുകയാണ്. അതിന് താഴെ ഒരു വാക്കുണ്ടായിരിക്കും: അതിഥികൾ തിരിച്ചുപോയി, വീട്ടുകാർ ബാക്കിയായി, അതിഥികളെല്ലാം മടങ്ങിയിട്ടുണ്ട്. ആരാണ് ഈ അതിഥികൾ? രാത്രി നമസ്കരിച്ചവർ, റമദാനിൽ ഒരു ജമാഅത്ത് പോലും നഷ്ടപ്പെടുത്താത്തവർ. അങ്ങനെയുള്ള ആളുകൾ, അവർ റമദാൻ കഴിയുന്നതോടുകൂടെ തിരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ, സഹോദര, നമ്മൾ അതിഥികളാകരുത്, നമ്മൾ അഹ്ലുകാരാകണം. നമ്മൾ അല്ലാഹുവിൻ്റെ പള്ളിയുടെ അഹ്ലുകാരാകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റമദാനിൽ മാത്രം ഒതുങ്ങുന്ന നന്മകളല്ല. മുൻഗാമികൾ പറയാറുണ്ട്, ബിഅസൽ ഖൗം ലാ യഅരിഫൂന അല്ലാഹ ഇല്ലാ ഫീ റമദാൻ. ഒരു ജനത എത്ര മോശപ്പെട്ടവരാണ്! എന്താണ് അവരുടെ പ്രത്യേകത? അവർക്ക് റമദാനിലല്ലാതെ അള്ളാഹുവിനെ അറിയുകയില്ല. റമദാനിലാണ് അവർക്ക് തഖ്വ, റമദാനിലാണ് അവർക്ക് ജമാഅത്ത്, റമദാനിലാണ് അവർക്ക് ഖുർആൻ പാരായണം. മറ്റു മാസങ്ങളിൽ അവർക്ക് നന്മകളുമായി ബന്ധമില്ല എന്നാണ്. എങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം റമദാൻ കഴിഞ്ഞാലും നന്മകളിൽ മത്സരിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. നമ്മൾ പ്രവർത്തിക്കുന്നത് മരണം വരെയാണ്. അൽ മുഅ്മിനു യമൂതു ബിഅറഖിൽ ജബീൻ. ഒരു മുഅ്മിനിന്റെ മരണം നെറ്റിയിൽ വിയർപ്പുതുള്ളികളുമായിട്ടാണ്. എന്താണ് അതിൻ്റെ ഉദ്ദേശം? പ്രവർത്തിച്ച് മരണം വരെ നന്മകളിൽ നിരതമായി, മരണം വരെ നന്മകൾ ചെയ്തുകൊണ്ട്, അങ്ങനെയാണ് ഒരു മുഅ്മിനിന്റെ മരണം. ഏതെങ്കിലും സീസണിലുള്ള ആരാധനയല്ല, ഏതെങ്കിലും മാസത്തിൽ ഒതുങ്ങുന്ന ഇബാദത്തുകളല്ല, ഏതെങ്കിലും പ്രത്യേക കാലത്തുള്ളതല്ല. അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മരണം വരെ നന്മകളിൽ അവൻ സജീവമായിരിക്കും. ലോകത്തുനിന്ന് വിട പറയുന്ന അവസാന സമയം പോലും ഇബാദത്തുകളിൽ, കർമ്മങ്ങളിൽ അവർ സജീവമാകും. പ്രിയമുള്ളവരെ, ഏറ്റവും ദുഃഖകരമായ ഒരു വസ്തുത എന്താണെന്നറിയുമോ?
ഈ സമുദായത്തിൽ വൃദ്ധന്മാർ കൂടി വരികയാണ്, വാർദ്ധക്യമുള്ളവർ കൂടി വരികയാണ്. ഞാൻ പറയുന്നത് പ്രായം കൊണ്ടുള്ള വാർദ്ധക്യമല്ല, കർമ്മം കൊണ്ടുള്ള വാർദ്ധക്യമാണ്. ചെറുപ്പക്കാരാണവർ, പക്ഷേ കർമ്മം കൊണ്ട് വൃദ്ധന്മാരാണ്, കർമ്മം കൊണ്ടവർ വാർദ്ധക്യത്തിലാണ്. അങ്ങനെയുള്ളവർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവരെ കൊണ്ട് സമുദായത്തിന് ഒരു ഉപകാരമില്ല. അവരെ കൊണ്ട് ഈ പ്രസ്ഥാനത്തിന്, ഈ നാടിന്, അവരുടെ കുടുംബത്തിന്, അങ്ങനെ ആർക്കും ഒരു ഉപകാരവുമില്ലാതെ, ഒരു കർമ്മങ്ങളുമില്ലാതെ ചെറുപ്പക്കാരായിരിക്കെ വൃദ്ധന്മാരാകുന്ന, വാർദ്ധക്യത്തിലാകുന്ന ആളുകൾ അധികരിച്ചു വരികയാണ്. പ്രിയമുള്ളവരെ, നാം അത് പേടിക്കേണ്ടതുണ്ട്. നമ്മൾ യുവാക്കളാകണം. നമ്മൾ വാർദ്ധക്യത്തിലെത്തിയാലും നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് യുവാക്കളാകാൻ സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരു ചാട്ടവാറിന്റെ ഇടമെങ്കിലും നേടുക എന്നതാണ് പ്രിയമുള്ള മുസ്ലിം സഹോദര, പ്രിയമുള്ള മുസ്ലിം സഹോദരി, നമ്മുടെ ലക്ഷ്യം. ഈ ദുനിയാവിനേക്കാൾ, അതിലുള്ള മുഴുവൻ കാര്യങ്ങളെക്കാളും ഖൈറാണ് റബ്ബിന്റെ സ്വർഗത്തിലെ ഒരു ചാട്ടവാറിന്റെ ഇടമെങ്കിലും നേടുക എന്നുള്ളത്. ഈ ദുനിയാവിൽ എത്ര രാജാക്കന്മാര് കടന്നുപോയി, എത്ര അതിസമ്പന്നന്മാര് കടന്നുപോയി. പ്രിയമുള്ളവരെ, ആ മുഴുവൻ സമ്പത്തിനേക്കാളും ശ്രേഷ്ഠമാണ് റബ്ബിന്റെ സ്വർഗത്തിലെ ഒരു ചാട്ടവാറിന്റെ ഇടമെങ്കിലും നേടുക എങ്കിൽ ആ സ്വർഗം നമ്മൾ നഷ്ടപ്പെടുത്തിക്കൂടാ. എങ്ങനെയെങ്കിലും സ്വർഗത്തിനെത്താനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ആ സ്വർഗത്തിന്റെ താക്കോൽ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാകാതെ, നമ്മുടെ വിശ്വാസം ശരിപ്പെടുത്താതെ സ്വർഗത്തിലേക്ക് എത്താമെന്ന് പ്രിയമുള്ള മുസ്ലിം സഹോദര, പ്രിയമുള്ള മുസ്ലിം സഹോദരി, നമ്മൾ കരുതേണ്ടതില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് സ്വർഗത്തിന്റെ വിഷയമാണ്. നമ്മൾ പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനമുണ്ടല്ലോ, ഓരോ ദിവസത്തിലും പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയിലെ ഒരു പ്രഖ്യാപനം റബ്ബ് നമ്മളെ കൊണ്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. റബ്ബേ, നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇത് പറയുന്നവരാണ് ഞാൻ, ഇത് പറയുന്നവരാണ് നമ്മൾ. ആ പറയുന്ന നമുക്കെങ്ങനെയാണ് റബ്ബേ നീ മാത്രമെന്ന് പറയുന്ന, ഇബാദത്തിനു നീ മാത്രമെന്ന് പറയുന്ന ആ മാത്രം പ്രഖ്യാപിക്കുന്നവരെ എങ്ങനെയാണ് പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു ജാറത്തിന് സ്ഥാനമുണ്ടാവുക? എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഔലിയാക്കൾക്ക് നമുക്ക് പ്രാർത്ഥിക്കാൻ ഇടമുണ്ടാവുക? അല്ലാഹുവല്ലാത്ത ഏതെങ്കിലും വ്യക്തികൾക്കോ, ഏതെങ്കിലും വസ്തുക്കൾക്കോ, ഏതെങ്കിലും ഉറുക്കോ, ഏതെങ്കിലും ആ രൂപത്തിലുള്ള വസ്തുക്കൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ പ്രഖ്യാപിച്ച മുസ്ലിമേ, പിന്നെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമുണ്ടാവുക? അതുകൊണ്ട് നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയണം, ഹസ്ബി അല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി. ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബ് മതി. എത്ര ശക്തമായ പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും ആ റബ്ബല്ലാത്തവരിലേക്ക് പ്രിയമുള്ളവരെ നമ്മുടെ കൈകൾ നീളരുത്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് സ്വർഗത്തിന്റെ താക്കോൽ. ആ സ്വർഗത്തിലേക്ക് എത്താൻ നമ്മുടെ വിശ്വാസം ശരിയാക്കി നാം മുന്നോട്ട് പോകണം. അതോടൊപ്പം ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് മറ്റുള്ളവർക്ക് നമ്മൾ കൈമാറണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ പലരും വാർദ്ധക്യത്തിലേക്ക് എത്തുകയാണ്, നമ്മൾ വൃദ്ധരായി മാറുകയാണ്. ഇസ്ലാം ലഭിച്ചിട്ടും തൗഹീദ് ലഭിച്ചിട്ടും ഈ ആദർശം ലഭിച്ചിട്ടും ഒരാളോട് പോലും പറയാതെ, കൂടെയുള്ളവരോട് പോലും മിണ്ടാതെ നമ്മളിങ്ങനെ മടിച്ചു നിൽക്കുകയാണ്. നമ്മൾ എങ്ങനെയാണ് മുസ്ലിമീങ്ങളായത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ നാട്ടിലെങ്ങനെയാണ് ഇസ്ലാം എത്തിയിട്ടുള്ളത്? ഇന്ന് നമ്മൾ റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്ന മുസ്ലിമാണ്. അൽഹംദുലില്ലാ. എങ്ങനെ അതുണ്ടായി? നമ്മുടെ നാട്ടിലേക്ക് സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി നമ്മുടെ മുൻഗാമികൾ യാത്ര ചെയ്തു കൊണ്ടുവന്നു. പ്രിയമുള്ളവരെ, അവർ വന്നില്ലായിരുന്നുവെങ്കിൽ, ഇസ്ലാമിക പ്രബോധനം നമ്മുടെ മുൻഗാമികൾ നടത്തിയില്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ആയിരക്കണക്കിന് വിഗ്രഹങ്ങളുടെ മുന്നിൽ കൈകൾ നീട്ടുന്നവരായി മാറുമായിരുന്നില്ലേ നമ്മൾ? നാട്ടിയുയർത്തിയ കുരിശുകളുടെ മുന്നിൽ തലകുനിക്കുന്നവരായി മാറുമായിരുന്നില്ലേ നമ്മൾ? കോടിക്കണക്കിന് ദേവന്മാരുടെ മുന്നിൽ സാഷ്ടാംഗം നമിക്കുന്നവരായി നമ്മൾ മാറുമായിരുന്നില്ലേ? ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് കരകയറിയത്? എങ്ങനെയാണ് ഇസ്ലാം നമ്മളിലേക്ക് എത്തിയത്? നമ്മുടെ മുൻഗാമികളുടെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിലൂടെയാണ് എങ്കിൽ പ്രിയമുള്ളവരെ, ഈ അറിഞ്ഞ സത്യം മനസ്സിലാക്കിയ ലോകത്തിലെ
ഏറ്റവും വലിയ സത്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ ലോകത്തിന് സൃഷ്ടാവ് മാത്രമാണ്. അവനാണ് സൃഷ്ടിച്ചത് എങ്കിൽ, അവനാണ് അന്നം നൽകുന്നത് എങ്കിൽ, അവനാണ് പരിപാലിക്കുന്നത് എങ്കിൽ ആ റബ്ബിനെ ആരാധനകൾ അർപ്പിക്കാവൂ എന്ന ആദർശം അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ലിയുബല്ലിഗി ഷാഹിദ് മിൻകുമുൽ ഗായിബ്, സാക്ഷികളുള്ളവർ ഇല്ലാത്തവരിലേക്ക്, അറിയാത്തവരിലേക്ക്, അറിയാത്ത പാവപ്പെട്ട മനുഷ്യരിലേക്ക് കൈമാറണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, നമുക്ക് ഈ സന്ദേശം ജനങ്ങളിലേക്ക് കൈമാറാൻ സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ തുടരണം. പല രാജ്യങ്ങളും പ്രതിസന്ധിയിലാണ്, പരീക്ഷണങ്ങളിലാണ്. നമ്മൾ അവരെ ഓർക്കേണ്ടതുണ്ട്. ചില ആളുകളൊക്കെ പറയുന്നുണ്ട്, ഇതാ മുകളിൽ ആ മിസൈലുകൾ ഇങ്ങനെ നിർവീര്യമാക്കുന്നത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ വിളിച്ചപ്പോ നമ്മുടെ മകൻ ഗൾഫിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട്, നമ്മളതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ പേടിയിലാണ്, ഞങ്ങൾ ആശങ്കയിലാണ്. ഇപ്പൊ നമ്മൾ പേടിയെ കുറിച്ചറിഞ്ഞു. യുദ്ധത്തിന്റെ പ്രയാസങ്ങൾ നമ്മുടെ വീട്ടിലേക്കെത്തി, നമ്മുടെ അടുക്കളയിലേക്കെത്തി. പ്രിയമുള്ള മുസ്ലിം സഹോദര, വർഷങ്ങളോളമായി ഫലസ്തീനിലെ മുസ്ലിം സഹോദരന്മാർ അവരനുഭവിക്കുന്ന, ആ മുസ്ലിം സഹോദരന്മാർ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? തകർന്ന വീടിന്റെ ഇടയിൽ, തകർന്ന കൂരക്കുടയിൽ ഉമ്മയെ തിരയുന്ന, ഉപ്പയെ തിരയുന്ന മുസ്ലിമായ നമ്മുടെ സഹോദരന്മാരായ ആ പിഞ്ചുബാലന്മാരെ കുറിച്ച് ചിന്തിക്കാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഇപ്പോഴാണ് നമ്മൾ യുദ്ധത്തിന്റെ പ്രയാസം അറിയുന്നത്. നമ്മുടെ വീട്ടിലേക്ക് എത്തിയപ്പോൾ, നമ്മുടെ അടുക്കളയിലേക്ക് എത്തിയപ്പോൾ, എത്രയോ വർഷങ്ങളായി ഫലസ്തീൻ, നമ്മുടെ ഖുദുസ്, നമ്മുടെ പ്രവാചകന്മാർ മുസല്ല വിരിച്ച ആ ഇടം, അവിടെ പ്രയാസത്തിലാണ്. നമുക്ക് മറക്കാൻ കഴിയില്ല. ഫലസ്തീൻ നമ്മുടെ മറവിയല്ല, ഫലസ്തീൻ നമ്മുടെ പ്രാർത്ഥനയാണ്, ഫലസ്തീൻ നമ്മുടെ സുജൂദാണ്. ഫലസ്തീൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആകാശങ്ങളിലേക്ക് ഉയരുന്ന നമ്മുടെ കൈകളാണ്. പ്രിയമുള്ളവരെ, ആത്മാർത്ഥമായി നമ്മുടെ ഖുദ്സിനു വേണ്ടി നമ്മുടെ പ്രാർത്ഥനകൾ ഉണ്ടാകണം. അല്ലാഹു ആ നാട് മുസ്ലിമീങ്ങൾക്ക് തിരിച്ചു നൽകി. മുസ്ലിമീങ്ങളുടെ മണ്ണ് ആ മുസ്ലിം സമുദായത്തിന്, നമ്മുടെ ഉമ്മത്തിന് അല്ലാഹു തിരിച്ചു നൽകുമാറാകട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, കെടുതികൾ അനുഭവിക്കുന്ന രാജ്യങ്ങളിൽ അല്ലാഹുവേ അവർക്ക് നിർഭയത്വം നൽകി, എളുപ്പം നൽകി അനുഗ്രഹിക്കണമേ. നമ്മൾ ഒരു ഇലക്ഷനിന്റെ മുന്നിലാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അരാഷ്ട്രീയമായ വാദം നമുക്കില്ല. മതിലുണ്ടെങ്കിലാണ് വരക്കാൻ കഴിയുക. മതിലുണ്ടാകണം. ഇവിടെ ഫാസിസം മതിൽ തകർക്കുകയാണ്, നമ്മുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുകയാണ്. വെറുപ്പ് ജനങ്ങൾക്കിടയിൽ നിറച്ചുകൊണ്ട്, ഭിന്നിപ്പിച്ചുകൊണ്ട്, തമ്മിലടിപ്പിക്കാൻ ഫാസിസം ശ്രമിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഇവിടെ എനിക്കും നിങ്ങൾക്കും ഒരു ഉത്തരവാദിത്തമുണ്ട്. നിങ്ങൾക്കറിയുമോ, 2002 ഫെബ്രുവരിയിൽ ഫാസിസ്റ്റ് മീഡിയകൾ അവർ പ്രചരിപ്പിച്ച ഒരു വാർത്തയുണ്ട്. 3 ഹൈന്ദവരായ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. ആരാണ് അതിന്റെ പിന്നിൽ? മുസൽമാനാണ്, മുസ്ലിമാണ്. ഈ ഒരു വാർത്ത കാട്ടുതീ പോലെ പടർന്നു. ഒരു വസ്തുതയുമില്ലാത്ത, സത്യത്തിന്റെ ഒരു കാമ്പുമില്ലാത്തൊരു വാർത്ത. ആ വാർത്തയുടെ അനന്തരഫലം എന്തായിരുന്നു? വെറുപ്പ് നിറഞ്ഞ ഒരു ജനതയിലേക്ക്, വെറുപ്പ് കുത്തിവച്ച ചിത്രങ്ങൾ കണ്ടു വളർന്നൊരു തലമുറയിലേക്ക് ഈ വാർത്ത എത്തിയപ്പോൾ അതിന്റെ അനന്തരഫലം എന്തായിരുന്നു? ഗുജറാത്തിൽ ഗുൽബർഗ ഹൗസിലേക്ക് കലാപകാരികൾ ഇരച്ചുകയറി. 250ഓളം വരുന്ന മുസ്ലിമീങ്ങൾ താമസിക്കുന്ന ആ പ്രദേശത്തേക്ക്, അവിടേക്ക് ആയുധധാരികളായ ആളുകൾ കടന്നു വരുന്നു. ആരാണവർ? ഇന്നലെ വരെ പരസ്പരം കണ്ടവരാണ്, ഇന്നലെ വരെ ഒന്നിച്ചിരുന്നവരാണ്. പക്ഷെ വെറുപ്പ് നിറച്ചപ്പോൾ അവർ ശത്രുക്കളായി മാറി. എന്തായിരുന്നു അതിന്റെ അനന്തരഫലം? ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ ഒരു കലാപത്തിനത് വേദിയൊരുങ്ങി. MP യുടെ വീട്ടിലേക്ക് അവിടെയുള്ള മുസ്ലിമീങ്ങൾ അഭയം തേടി. അവർ കരുതി MP യുടെ വീട്ടിലാണ് എങ്കിൽ ജനങ്ങൾ അഭയം നൽകും, അവിടെ അക്രമം ഉണ്ടാകില്ല. എന്താണ് പിന്നീടുണ്ടായത്? MP പോലീസുകാരെ വിളിക്കുന്നു, മുഖ്യമന്ത്രിയെ വിളിക്കുന്നു. ഒരു ഭാഗത്തു നിന്നും പ്രതികരണങ്ങളില്ല.
അഥവാ ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടെയുള്ള ഉന്മൂലനം, ഒരു സമുദായത്തെ ഉന്മൂലനം ചെയ്യാനുള്ള അജണ്ട. അതിന്റെ അനന്തരഫലമായിരുന്നു രാവിലെ 7 മണി മുതൽ 4 മണി വരെ നീണ്ടുനിന്ന കൂട്ടക്കൊരുതി. മുസ്ലിമീങ്ങൾ ഓരോ വീടുകളിലെ വാതിലുകളും തട്ടി വിളിച്ചു. ഇന്നലെ വരെ ഒന്നിച്ചിരുന്നു ഭക്ഷണം കഴിച്ചവർ, ഒന്നിച്ചിരുന്ന് കഥകൾ പറഞ്ഞവർ ഒരു വാതിലും മുസ്ലിമിന്റെ മുന്നിൽ തുറന്നില്ല. എന്തേ കാരണം? ഫാസിസം വിതച്ച ഭീതി. മുസ്ലിമിന് വാതിൽ തുറക്കരുത്, അവരക്രമകാരികളാണ്, അവര് പ്രശ്നക്കാരാണ് എന്ന ഫാസിസം തീർത്ത അജണ്ട. മണിക്കൂറുകളോളം കൂട്ടക്കുരുതി നടത്തി, മുസ്ലിമീങ്ങളുടെ കൊള്ളയടിച്ചു. ഒടുവിൽ വൈകുന്നേരം പെട്രോളുമായി കടന്നു വന്നുകൊണ്ട് അവിടെയുള്ള മുസ്ലിം വീടുകളും മുസ്ലിമീങ്ങളുടെ ശരീരങ്ങളും കത്തിക്കരിച്ചപ്പോൾ 69 പാവം മനുഷ്യരാണ് ഒരു പെരും നുണയുടെ പേരിൽ ഈ ഇന്ത്യയുടെ ചരിത്രത്തിൽ മരണപ്പെട്ടത് എങ്കിൽ ആ വെറുപ്പാണ് നമ്മുടെ നാട്ടിലും ഇന്ന് വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് ആ കൊടിയ വിഷം നമ്മുടെ വീടകങ്ങളിലേക്ക് എത്തുന്നു, നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നു. ഈ ഫാസിസത്തെ ചെറുക്കൽ നമ്മുടെ കടമയാണ്. അതിനുള്ള മുന്നിലുള്ള അവസരമാണ് ഈ വോട്ട് എന്നുള്ളത്, ഈ ഇലക്ഷൻ എന്നുള്ളത്. അത്തരം സംവിധാനങ്ങളിൽ നമ്മൾ പങ്കാളികളാകണം. നമ്മൾ അതിൽ നിന്നെല്ലാം മാറി നമ്മൾ അത്തരം കാര്യങ്ങളുമായി ഒന്നും സഹകരിക്കാതെ ഫാസിസം നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ട് കണ്ണുനീർ പൊടിച്ചിട്ട് എന്തു കാര്യം? അതുകൊണ്ട് കടമകളുണ്ട്, ബാധ്യതകളുണ്ട്. ഈ നാട്ടിൽ സൗഹാർദ്ദം നിലനിൽക്കണം. ഭിന്നിപ്പിക്കലാണ് ഫാസിസത്തിന്റെ അജണ്ട, ചേർന്ന് നിൽക്കലാണ് നമ്മുടെ ദൗത്യം. വെറുപ്പ് നിറക്കലാണ് ഫാസിസത്തിന്റെ അജണ്ട, സ്നേഹം നിറക്കലാണ് നമ്മുടെ ദൗത്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചേർന്ന് നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ നന്മകൾക്ക് വേണ്ടി അത്തരം ഇലക്ഷൻ പ്രക്രിയകളിൽ പങ്കാളികളാകാൻ പ്രിയമുള്ളവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിയേണ്ടതുണ്ട്.